മൂക്കിന്റെ അലർജി, ശ്വാസകോശത്തിന്റെ അലർജി അല്ലെങ്കിൽ കണ്ണിന്റെ, ഇതിന് മൂന്നിനുമാണ് നമുക്ക് സ്കിൻ പ്രിക് ടെസ്റ്റ് ഏറ്റവും ബെസ്റ്റ്. ഏർലിയസ്റ്റ് ഡേറ്റിൽ അവർ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യണം. ഇത് മൂന്നും ബേസിക്കലി എയറോ അലർജൻസ് ആണ് പ്രിഡോമിനന്റ്ലി ഉണ്ടാകും. ഫുഡ് അലർജൻസ് ഉണ്ടാവാം. എയറോ അലർജൻസ് നമുക്ക് നന്നായിട്ട് സ്കിൻ പ്രിക് ടെസ്റ്റിൽ ഒരു 4 years and above നന്നായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഈ ക്രോണിക് അർട്ടിക്കറി എന്ന് വെച്ചാൽ നമുക്ക് കൊതുകൊക്കെ കടിക്കുന്ന പോലെ ഇങ്ങനെ തളർത്ത് പൊന്തി ചൊറിച്ചിലോ ഇങ്ങനെ വന്ന് മാറി, അതാണ് നമുക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യുക. ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങൾ പറയാതെ എത്ര കേസ് കുറഞ്ഞു വന്ന് ഞങ്ങൾ ഹാപ്പിയാണ്. അതാണ് ഒരു ഡിഫിക്കൽട്ട്. അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം യൂഷ്വലി അതിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇഡിയോപതി പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ വരുന്ന ചൊറിച്ചിലാണ്. അതിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവരുടെ ബ്ലഡിലുള്ള ചില കോശങ്ങൾ തന്നെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ, അതാണ് ബേസിക്കലി ക്രോണിക് അർട്ടിക്കറി. അപ്പം അങ്ങനത്തെ കണ്ടീഷൻസിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ എട്ടോപിക് ഡെർമറ്റൈറ്റിസിൽ അല്ലെങ്കിൽ കരപ്പനിൽ ഞാൻ ബേസിക്കലി സ്കിൻ പ്രിക് ടെസ്റ്റ് ഓഫർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൽ മിക്കവരും ചില ഭക്ഷണങ്ങൾ കഴിക്കില്ല. ഇന്നിപ്പോൾ ഒരു പേഷ്യൻറ്റ് നമ്മൾ വന്ന ആൾക്ക് ഇറച്ചി മീനൊക്കെ ഭയങ്കര ഇഷ്ടമല്ല, അത് നിർത്തിയിരിക്കുക എട്ടോപിക് ഡെർമറ്റൈറ്റിസ് എക്സിമ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. പക്ഷേ സ്കിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. അപ്പോൾ അവർക്ക് അത് ധൈര്യമായിട്ട് കഴിക്കാമെന്ന് അവരോട് പറയാം. പ്രത്യേകിച്ച് പിള്ളേരിലൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ഒരു മുട്ടയും പാലൊക്കെ അവോയ്ഡ് ചെയ്യും. അതൊക്കെ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ഫുഡ്, ആ ഏജിൽ നന്നായിട്ട് കഴിക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ അത് കഴിക്കാമെന്നൊരു ഉറപ്പ് കൊടുക്കാനും വേണമെങ്കിൽ നമുക്ക് സ്കിൻ പ്രിക് ചെയ്യാം.